എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധീഷ് തേനൂർ. അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ നമ്മുടെ എമ്പുരാന്റെ ട്രെയിലർ വീഡിയോ റിലീസായിട്ട്. അപ്പൊ ട്രെയിലർ വീഡിയോ റിലീസായപ്പോൾ സത്യം പറഞ്ഞ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു, പനിയൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. പക്ഷെ ഇന്ന് മുതൽ ഇപ്പൊ ടിക്കറ്റ് കൊടുത്തു തുടങ്ങി. 27-ാം തീയതിയാണ് തിയേറ്ററിൽ റിലീസാകാൻ പോണത്. പക്ഷെ ഇന്ന് ടിക്കറ്റ് എടുക്കാൻ സാധിക്കാതെ ഒരുപാട് ആളുകൾ മടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആ അവസ്ഥ ആലോചിച്ച് നോക്ക്. അതോ ആപ്പുകളിലൊക്കെ ഹാങ് ആയി, പിന്നെ ടിക്കറ്റ് കിട്ടാതെ വരിക. നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ സംഭവം എന്ന് പറയുന്നത്. യാതൊരു സംശയമില്ല. കാരണം അത്രമാത്രം ആളുകൾക്കാണ് ഇന്ന് ടിക്കറ്റ് കിട്ടാതെ വീട്ടിലേക്ക് വരുന്നത്. കാരണം ഇത് ഫാൻസുകാർ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഒരുപാട് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ ആദ്യത്തെ ഷോ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ജനങ്ങളെ ഒരു കിടിലം കൊള്ളിച്ചൊരു പടമായിരുന്നു ഇതിന്റെ ആദ്യ ഭാഗം ലൂസിഫർ. അപ്പൊ അതിന്റെ 2ാം ഭാഗത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്ര മനോഹരമായിട്ടാണ് അത്. അതിന്റെ ക്യാമറ വർക്കും അതിന്റെ എഡിറ്റിങ്ങും ആ ഒരു എന്താ പറയുക വാക്കുകൾ, അതിന്റെ മ്യൂസിക് ഒക്കെ അടിപൊളിയാണ് ട്രെയിലറിൽ തന്നെ. അപ്പൊ ഇനി പടം വരുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രമാത്രം മനോഹരമായിട്ടാണ് നമ്മുടെ പൃഥ്വിരാജ് കൈകാര്യം ചെയ്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പൊ എന്തായാലും നമ്മൾ ഈ കാത്തിരിക്കുന്ന ആകാംക്ഷ എമ്പുരാൻ വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളെ ലാലേട്ടനും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. ടിക്കറ്റ് കിട്ടാത്തവർ യാതൊരു കാലവശാലും നിരാശപ്പെടേണ്ട. ഞാൻ തന്നെ ഇന്ന് 3-4 തവണ ട്രൈ ചെയ്തു. ആളുകളുടെ എണ്ണം സെലക്ട് ചെയ്ത് അടുത്ത ഓപ്ഷനിലേക്ക് പോകുമ്പോഴേക്കും നെറ്റ്വർക്ക് ജാമാണ്. അപ്പൊ അത്രമാത്രം പ്രശ്നങ്ങളാണ്. കാരണം സെക്കൻഡുകളിൽ എത്ര ആൾക്കാരാണറിയോ ഇത് കയറുന്ന ആപ്പിൽ. പല ആൾക്കാരും പല ടീമുകാരും ഈ ആപ്പിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചില തിയേറ്ററുകൾ. അപ്പൊ അങ്ങനത്തെ ഇതിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. കാരണം ഇതിന് ടിക്കറ്റ് എടുക്കാൻ പറ്റാതെ വന്നുകൊണ്ട് ഇത് ഹാങ് ആവുകയാണ് മനസ്സിലാക്കിക്കൊണ്ട്. അങ്ങനെ കുറെ മാറ്റങ്ങൾ നമ്മുടെ ഈ സിനിമയിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആരും ടിക്കറ്റ് ഇട്ടാണ്ട് വിഷമിക്കണ്ട. അടുത്തൊരു ദിവസത്തേക്ക് ട്രൈ ചെയ്യുക, അല്ലാണ്ട് വേറെ രക്ഷയില്ല. അപ്പൊ എന്തായാലും ഈ 27-ാം തീയതി ഇറങ്ങാൻ പോകുന്ന എമ്പുരാന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. എമ്പുരാനിൽ വേറെ ചെറിയ വിശേഷം കൂടി ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളതിലേക്ക് എത്തും. നിങ്ങളെവിടെ സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇങ്ങനെ ഇവിടെ വാങ്ങുന്നു. ഗുഡ് ബൈ. സുധീഷ് തേനൂർ.